കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചു. അവരെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. തന്നോടുകൂടെ ഇരിപ്പാനും, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും 12 പേരെ നിയോഗിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. പരിശുദ്ധ ശ്ലീഹ നൊയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം ഓർത്തിരിക്കേണ്ട 3-4 സംഗതികൾ ചുരുക്കമായി പ്രതിപാദിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ നൊയമ്പിൻ്റെ മൗലികമായ തത്വങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അർത്ഥപൂർണമാക്കാതെ കടന്നു പോകുന്ന ഒരു ജനതയായി ഇന്നത്തെ ജനതതി തീർന്നിട്ടുണ്ട്. ഭൗതികവും ലൗകികവും പുത്തൻ സംസ്കാരത്തിൻ്റെ സ്വാധീനവും എല്ലാം ആത്മീയ മൂല്യങ്ങളിൽ നിന്നുള്ള അന്യപ്പെടലും ആത്മീയ സ്ത്രീവിശേഷങ്ങളിൽ വളരുവാനുള്ള ആഗ്രഹത്തിൻ്റെ അഭാവവും വിതച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വരും തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരും തലമുറകളിലേക്ക് സംവേദനം ചെയ്യുവാനുള്ള കനപ്പെട്ട ചില നിധികളൊക്കെ കൈവശം വെക്കേണ്ടവരായി നമ്മൾ അത് കൈമോശം വരുത്തി മുൻപോട്ട് പോകുമ്പം നഷ്ടപ്പെടുന്നത് തലമുറകളെയാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം എന്നോർപ്പിക്കട്ടെ. ഇവിടെ പറയുന്നു, തന്നോടുകൂടെ ഇരിക്കേണ്ടതിന്. പരിശുദ്ധ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണിത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ശൈലിയായി തീരേണ്ട ഭാഗമാണിത്, തന്നോടുകൂടെ ഇരിക്കുക എന്നുള്ളത്. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയും ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നവൻ എന്നാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണല്ലോ ക്രിസ്ത്യാനി എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അനുഗമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ആയിരിക്കുക എന്നാണ്. ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നവൻ അവനാണ് ക്രിസ്ത്യാനി. അപ്പോൾ തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ള ജീവിതത്തിൻ്റെ ശൈലിയെ സൃഷ്ടിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തീയ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാരോട് തെരഞ്ഞെടുത്തത് തന്നോടുകൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ യേശുവിനോട് കൂടെ അല്പസമയം കണ്ടെത്താൻ കഴിയാതെ പോകുന്നുവെങ്കിൽ നാം ഉപയോഗിക്കുന്ന മറ്റ് അനവധി സമയങ്ങൾ പാഴായിപ്പോകും, നഷ്ടമായി പോകും എന്ന് തിരിച്ചറിയണം. നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം ദൈവത്തോട് കൂടെ ചെലവഴിക്കാൻ കഴിയാതെ പോകുന്നു എങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നാം ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം സമയവും പാഴായി പോകും എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളത്, നാം വഹിച്ചിരിക്കുന്ന പേരിനെ അന്വർത്ഥമാക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണെന്ന് നാം തിരിച്ചറിയണം. നൊയമ്പ് ദിവസം കുറച്ച് സമയം കർത്താവായ യേശുക്രിസ്തുവിന്റെ തൃപ്പാദത്തിലിരിക്കുവാൻ, ദൈവത്തോടുകൂടെയുള്ള കൂട്ടായ്മയിൽ കഴിയുവാൻ, അവൻ്റെ മുൻപാകെ മുട്ടുമേൽ നിന്നുകൊണ്ട് കൈമലർത്തി കണ്ണുനീരൊഴുക്കുവാൻ അല്പസമയം നാം വിനിയോഗിക്കുന്നെങ്കിൽ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, സഭയ്ക്കും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും ലോകത്തിനും വലിയ കനപ്പെട്ട നിധിയായിരിക്കും, കനപ്പെട്ട സംഭാവനയായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് ഒന്നാമത് ഓർപ്പിച്ചത്, കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാർ കർത്താവിനോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിച്ചത്? ഒന്നാമത് കർത്താവായ യേശു തമ്പുരാൻ ആരായാണ് എന്ന് രുചിച്ചറിയുവാൻ, എന്നിട്ട് ലോകരോട് പ്രഖ്യാപിക്കുവാൻ. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും, ആ രുചിച്ചറിയുകയും തിരിച്ചറിയുകയും ചെയ്തതിന് ലോകത്തോട് പ്രഖ്യാപിക്കുവാനും വേണ്ടിയാണ് യേശുവിനോട് കൂടെ വസിക്കുവാൻ താൻ ആഗ്രഹിച്ചത്. നാം കർത്താവിനോട് കൂടി ആയിരിക്കുമ്പോഴാണ് തിരിച്ചറിവും രുചിച്ചറിവും നമുക്കുണ്ടാകുന്നത്. അത് ലോകരോട് പ്രഖ്യാപിക്കാൻ നമുക്കും കഴിയുന്നത്. രണ്ടാമത് യേശുവിനോട് കൂടി ആയിരിക്കുന്നത് യേശുവിൽ നിന്ന് പഠിക്കുവാൻ വേണ്ടിയാണ്. തൻ്റെ ജീവിതശൈലിയും തൻ്റെ തത്വങ്ങളും പഠിക്കുവാൻ, അതിനെ സ്വായത്തമാക്കുവാൻ യേശുവിനോട് കൂടി ആയിരിക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ്. അതുപോലെ യേശുവിൻ്റെ പക്ഷക്കാരാണ് നമ്മളെന്ന് ലോകരോട് പ്രഖ്യാപിക്കാൻ കൂടിയാണ് യേശുവിനോടുകൂടി ആയിരിക്കേണ്ടത്. ഇന്ന് തിന്മയുടെ സ്വാധീനമുള്ള ലോകത്തിൽ, തിന്മയുടെ സംസ്കാരം നിഴലാടുന്ന ഈ ലോകത്തിൽ നാം തിന്മയുടെ പക്ഷത്താണോ നന്മയുടെ പക്ഷത്താണോ എന്ന് ശോധന ചെയ്യുമ്പം തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണിത്. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താണ് എന്ന് ലോകരോട് പ്രഖ്യാപിക്കുവാൻ, ജീവിതത്തിലൂടെ പ്രഖ്യാപിക്കുവാൻ സാധിക്കേണ്ട നിമിഷമാണ് യേശുവിനോടുകൂടെ ഇരിക്കുന്ന അവസരം. കർത്താവിനോടുകൂടെ ഇരിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ പക്ഷത്താണെന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനി എന്നുള്ളതിൻ്റെ വേറൊരു അർത്ഥവും അതാണ്. ക്രൈസ്റ്റ് പ്ലസ് ഇയാനി, ക്രിസ്ത്യാനി. ഇയാനി എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷക്കാരൻ എന്നാണ്. യേശുവിൻ്റെ പക്ഷക്കാരാണ് നാം വഹിച്ചിരിക്കുന്ന പേരിൻ്റെ അർത്ഥം അതാണ്. ആ അർത്ഥത്തെ അന്വർത്ഥമാക്കാൻ കഴിയാതെ പോകുന്നെങ്കിൽ
നമ്മുടെ പേരിനെ നാം അപലപിക്കുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് യേശുവിൻ്റെ പക്ഷത്താണ് ഞാൻ എന്ന് ലോകരോട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ നൊയമ്പ് കാലം കുറച്ചുകൂടെ സമയം കർത്താവിൻ്റെ സന്ധിയിൽ നാം ചെലവഴിക്കേണ്ടത് എന്ന് ഓർപ്പിക്കട്ടെ. അവനോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ജീവിതം തന്നെ പ്രസംഗമായി തീരാൻ മഹാത്മാഗാന്ധിയെ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കാൻ, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തീകരിക്കുവാൻ, അതിനുവേണ്ടിയാണ് യേശുവിനോടുകൂടെ ഇരിക്കേണ്ടത്. ഈ ലോകത്തിലെ തിന്മയുടെ കന്മഷങ്ങളെ തുടച്ചു നീക്കുവാൻ, നമ്മുടെ ജീവിതത്തിലുള്ള കന്മഷങ്ങളെ തുടച്ചു നീക്കുവാൻ, അനീതിയുടെ വ്യവസ്ഥിതികൾക്കെതിരെ അടരാടുവാൻ യേശുവിനോട് കൂടെ ഇരുന്ന് ബലം പ്രാപിക്കാതെ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു സന്ദർഭമായി, സാഹചര്യമായി ഈ നൊയമ്പ് കാലങ്ങൾ ആയിത്തീരട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഈ ജന്മദിന അവസരത്തിൽ ആ പുണ്യവാനെ കൂടുതൽ അറിയുവാനും കൂടുതൽ പുണ്യവാനിൽ സങ്കേതപ്പെടുവാനും അഭയം പ്രാപിപ്പാനും മധ്യസ്ഥ അണയ്ക്കുവാനും നമുക്കിടയായിത്തീരട്ടെ. ദൈവം നമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.